ഭയങ്കര ഫോമിലായിരുന്നു ആ പ്ലെയർ. ഇപ്പൊ സപ്പോസ് ധോണി അല്ലെങ്കിൽ സച്ചിൻ ആരും ആയിക്കോട്ടെ. പക്ഷെ ഫിനാലെ അവരുടെ ഫൈനൽ മാച്ചിൽ അവർക്ക് ഫോം ആവാൻ പറ്റിയില്ല, അവർ ഔട്ടാവും. ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചിരുന്നത്. ഇവർ അതിന് മുൻപ് എല്ലാ പെർഫോമൻസും ചെയ്തപ്പോഴും ഇവർക്ക് നല്ല മാർക്സ് കിട്ടിയിരുന്നു, ചില മാർക്ക് കുറവായിരുന്നു. പക്ഷെ അന്നത്തെ ഫിനാലെ റൗണ്ടിൽ ഇവർ ചെയ്ത 3 പെർഫോമൻസിന് ഇവർക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ആ 3 മാർക്ക് കുറവ് വെച്ചിട്ട് നമുക്ക് ഇവരുടെ പഴയ മാർക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഫിനാലയിൽ ഇവർക്ക് മാർക്ക് കുറഞ്ഞിട്ട് പഴയത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവരെ മുന്നിലേക്ക് ആക്കുമ്പോൾ ഇന്ന് ഫിനാലയിൽ നല്ല മാർക്ക് മേടിച്ചവരോട് നമ്മൾ പിന്നെയും അതും ഒരു നീതികേടല്ല. അങ്ങനെ അല്ല, പക്ഷെ അവർ പോയിന്റ് ഔട്ട് ചെയ്ത് എന്താണെന്നറിയോ, ഇത് അവർ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്ങിന്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യാന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഈ ഡാൻസിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ഡാൻസ് അറിയാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് അവർ തന്നെ സമ്മതിച്ചു. നമ്മൾ ഈ സൂപ്പർ അമ്മയും മകളുടെയും പല റൗണ്ട്സിലും ഡാൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവരതിൽ മാർക്ക് മേടിച്ച് അവർ 5th പൊസിഷനിൽ അങ്ങനെയാണെങ്കിൽ വരില്ലല്ലോ. ഡാൻസ് അറിയാത്ത അമ്മയും മകളും ആണ്, അവർക്ക് എല്ലാത്തിലും മാർക്ക് കുറവാണെങ്കിൽ അവർ ആദ്യം ഔട്ട് ആവേണ്ടല്ലേ. പക്ഷെ അവർ 5th പൊസിഷൻ വരെ, ഫൈനലിൽ വരെ വന്നത് ഇതേ ഡാൻസ് റൗണ്ടിൽ മാർക്ക് മേടിച്ചിട്ട് തന്നെയാണ്. അവർ കോമഡിയിൽ ഡാൻസ് കളിച്ചു, അല്ലാത്തതിൽ ഡാൻസ് കളിച്ചു, ഹിസ്റ്റോറിക്കൽ റൗണ്ടിൽ ഡാൻസ് കളിച്ചു. ഈ ഡാൻസ് കളിച്ച് തന്നെയാണ് അവർ 5th പൊസിഷനിൽ അല്ലെങ്കിൽ ഫിനാലെ വന്നത്. ആ 5 സൂപ്പർ അമ്മയിൽ വന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഡാൻസ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു, അവരൊക്കെ ആദ്യം ഔട്ടായി പോയി. അവർ ഡാൻസ് ടീച്ചറാണ്, അവരാദ്യം ഔട്ടായി പോയി. വേറെ നന്നായി ഡാൻസ് കളിക്കുന്ന കുറെ ആൾക്കാർ ആദ്യം ഔട്ടായി പോയി. ഇവർ 5th വരെ വന്നു. അപ്പൊ അങ്ങനെ ഡാൻസിന്റെ സംഭവമല്ല. ഫിനാലയിൽ നമ്മൾ കൊടുത്ത റൗണ്ടിൽ ഒന്ന് അവരുടെ സിഗ്നേച്ചർ റൗണ്ട് ആയിരുന്നു കൊടുത്തത്. ആ സിഗ്നേച്ചർ റൗണ്ടിൽ അവർക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഏത് പെർഫോമൻസ് ആയിരുന്നു അത് കാഴ്ചവെക്കാം. അവർ കാഴ്ചവെച്ചത് സ്കിറ്റ് ആയിരുന്നു. അത് തന്നെയാണ് അവരുടെ സ്ട്രോങ് ഇതും. അവർ ഇംപ്രവൈസ് ചെയ്ത് നന്നായിട്ട് അവർ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്ന അമ്മയും മകളും തന്നെയാണ്. പക്ഷെ അന്നത്തെ ദിവസം അവർ ചെയ്ത പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു. അത് ലാൽ ജോസ് സാറും MG ശ്രീകുമാർ സാറും ശ്വേതാജിയും ഞാനും ഞാൻ പിന്നെ ജഡ്ജ്മെന്റ് പാനലിലേക്ക് പോയില്ല. പക്ഷെ ഇവർ 3 പേരുമാണ് ജഡ്ജ്മെന്റിൽ ഇരിക്കുന്നത്. അവർ എല്ലാവരും കൊടുത്ത മാർക്ക് അങ്ങനെയായിരുന്നു. 10ൽ ബിലോ ആവറേജ് മാർക്കാണ് അവർക്ക് കൊടുത്തത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അവർ പറയുന്നത് അങ്ങനെയാണ്. അതായത് കേട്ടും അടുത്ത കോമഡിയും ടൈമിങ് തെറ്റിപ്പോവുക, മറന്നു പോവുക, ബ്ലബ്ലബ അടിക്കുക, ഇതൊക്കെ അവർ സ്റ്റേജിൽ സംഭവിച്ചു. അത് മനുഷ്യ സഹജമാണ്. നമ്മൾ പറയൂല്ലോ സരസ്വതി വിളങ്ങണം ആ സമയത്ത്, എന്നാലേ നമുക്ക് ഈ വർത്തമാനങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവര് ലൈവാ ചെയ്തത്. പക്ഷെ ഇവര് ലൈവ് ചെയ്തിട്ട് 10ൽ 10 മാർക്ക് മേടിച്ചിട്ടുണ്ട്. ഇവര് ലൈവ് സ്കിറ്റ് കോമഡി ചെയ്തിട്ട് ഫുൾ എൻറ്റയർ ക്രൂ നിന്ന് കൈയടിച്ചിട്ടുണ്ട്. പക്ഷെ അതേ ആൾക്കാർ അമ്മയും മകളുമായിട്ട് അതേപോലെ തന്നെ കോമഡി ഇവർ ചെയ്തപ്പോൾ ഇപ്രാവശ്യം അവർ പാളിപ്പോയി. അവർ ലാഗ് അടിച്ചു, അവർ അങ്ങനെ സംഭവിച്ചു പോയി. അത് അവരുടെ കുറ്റമല്ല. അപ്പം മാർക്ക് ഇടുന്ന സമയത്ത് ജഡ്ജ് അത് നോക്കിയിട്ടാണ് മാർക്ക് ഇടുള്ളൂ. പിന്നെ അവർക്ക് കൊടുത്ത ഡാൻസ് റൗണ്ട്, അതിൽ പ്രത്യേകം റൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡാൻസ് അല്ല നമ്മൾ നോക്കുന്നത്, മൊത്തത്തിലുള്ള ഗ്രൂപ്പ് പെർഫോമൻസ്. അതുകൊണ്ട് അവർക്ക് ഒരു ഇതും കൂടി കൊടുത്തു, നിങ്ങളൊരു ഗ്രൂപ്പിനെ കൊണ്ടുവന്നോ, നല്ലൊരു ഡാൻസ് ടീമിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിന് ഒരു ഓവറോൾ നമ്മളൊരു പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ വാവ്, ഭയങ്കര ഒരു കൊള്ളാം എന്ന് പറയുമല്ലോ. അത് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ അമ്മയും മകളും എന്നല്ല, നമ്മുടെ കണ്ടസ്റ്റൻസിൽ ഒരു അമ്മയും മകളും ഡാൻസ് ചെയ്യുന്നത് മാത്രമല്ല നോക്കുന്നത്. അപ്പം ഇവർ കിട്ടിയ ഗ്രൂപ്പും ഇവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഗ്രൂപ്പിന്റെ കൂടെ കളിക്കുമ്പോഴും ആ ഗ്രൂപ്പിന്റെ ഒരു എനർജിയുടെ കൂടെ ഇവർക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രൂപ്പിന്റെ ടൈമിങ്ങിന്റെ കൂടെ ഇവർക്ക് തെറ്റ് പറ്റുന്നു, അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസ് ഗ്രൂപ്പ് ഡാൻസ് നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയി മാറി എന്നാണ് ജഡ്ജസ് പറഞ്ഞത്. ഇതിനു മുൻപും ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സാധനം, നമ്മളെന്ന് പറഞ്ഞ ആ സ്റ്റേജിൽ നമ്മൾ കാണാത്ത ഒരു കാര്യം അവരെടുത്ത് കൊണ്ടുവന്നു. അപ്പൊ അത് ജഡ്ജസ് അവർക്കൊരു വാവ്, കൊള്ളാലോ എന്ന് തോന്നിപ്പോയി. അവരുടെ അത് എല്ലാം ശ്രദ്ധിക്കും. നമ്മൾ എടുക്കുന്ന മ്യൂസിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഡാൻസിന്. ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാലോ, ചില നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് കളിക്കുമ്പോൾ ചില പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമ്മളത് ഡാൻസ് നല്ല ആസ്വദിച്ച് കളിക്കും. പക്ഷെ കാണുന്നവർ ഉറങ്ങി തൂങ്ങിട്ട് വേറെ പാട്ടില്ലേന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എടുക്കുന്ന പാട്ട്, നമ്മൾ ആ പാട്ട് എഡിറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ പ്രോപ്പർട്ടി, നമ്മളുടെ കോസ്റ്റ്യൂം, നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ടൈമിങ്, നമ്മുടെ എനർജി, ഒരു 5 മിനിറ്റ് ഡാൻസ് നമ്മൾ കളിക്കുന്നെങ്കിലും ത്രൂ ഔട്ട് ഒരു എനർജി വേണം. പക്ഷെ അമ്മയും മകളും ഇവർക്ക് അത് ഒരു ശീലമില്ലാത്ത കാര്യമായതുകൊണ്ട് അതിനൊന്നും നമ്മൾ മാർക്ക് കുറയ്ക്കുന്നൊന്നുമില്ല. ഇത് ഡാൻസ് റിയാലിറ്റി ഷോ അല്ലാത്തതുകൊണ്ട്. പക്ഷെ മൊത്തത്തിൽ അവരുടെ ഒരു ഓവറോൾ പെർഫോമൻസ് അന്ന് വീക്ക് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്ന ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു അന്ന് പെർഫോമൻസുകളൊക്കെ കണ്ടിട്ട്. പക്ഷെ അന്ന് അവർക്കും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വേറൊന്ന് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഈ ഷോയുടെ ഇൻ ബിറ്റ്വീനിലെന്തോ നിങ്ങൾ തന്നെ വേറൊരു ഇപ്പോൾ കിട്ടിയവർക്ക് ഫസ്റ്റ്
അവർക്ക് കൊടുക്കും എന്നൊരു പ്രോമിസ് ചാനലിന്റെ സൈഡിൽ നിന്നും കൊടുത്തിരുന്നു ചാനൽ സൈഡിൽ ആര് കൊടുത്തു? ചാനൽ കൊടുത്തു അവർക്ക്, അതായത് പബ്ലിക് ആയിട്ട്. അതേ ഒളിച്ചും പാത്തും അല്ല, ഒളിച്ചും പാത്തും തന്നെ ആ ഫസ്റ്റ് കിട്ടിയ ഇവരുടെ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ കേട്ടല്ലോ ഇവര് പറയുന്നത്, ക്രൂ മെമ്പേഴ്സ് തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് തന്നെയാ ഫസ്റ്റ് എന്ന് പറയുന്നു. അതെന്തറിയോ, ഇപ്പൊ നമ്മൾ ഇവിടെ അല്ല അത് തന്നെ അത് ഇവർക്ക് തന്നെയാന്ന് പറയുന്നത്. അതായത് ഈ ശൈത്യയും ഷീനയും എന്ന കണ്ടസ്റ്റൻസിന് ഫസ്റ്റ് കിട്ടും എന്നുള്ളത് ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു. അത് ശരിയാണ്. ഞാനടക്കമുള്ള ആളുകൾ സ്റ്റേജിൽ അത് ഇവരെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ വലിയ പ്രതീക്ഷ ആയിരിക്കാം. ഞാൻ എപ്പോഴും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എനർജറ്റിക് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഇവരെ സ്റ്റേജിൽ നിർത്തിയിട്ട് ഞാനും ശ്വേതാജിയും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് പറയും, നിങ്ങൾ ഇവരെ കണ്ട് പഠിക്കണം. ഇവരുടെ ഒരു എന്താ പറയാ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നതും എന്ത് ടാസ്ക് കൊടുത്താലും അവർ ചെയ്യും, ഒരു മടിയില്ലാതെ. അമ്മയും മകളും അച്ഛനും ഒക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും പറയുന്നത്, നിങ്ങൾ ഇവരെ മാതൃകയാക്കും, ഇവരെത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവർക്ക് കിട്ടും, അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് വിചാരിച്ചു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും പേര് ഇരിക്കുമ്പം എല്ലാവർക്കും ഒരു നടനെ അല്ലല്ലോ ഇഷ്ടം. അപ്പൊ മറ്റു നടനെ ഇഷ്ടമാകുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് കിട്ടും, അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കും. പക്ഷെ ചിലപ്പോൾ കിട്ടില്ല. അത് വെച്ചിട്ട് അപ്പൊ എനിക്ക് ഏറ്റവും ഞാൻ അവർ ആ സ്റ്റേജിൽ അവർ സപ്പോർട്ട് ചെയ്ത് പറയാത്തതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ഇഷ്യൂസ് ആയിക്കോട്ടെ, എങ്ങനെ വന്നാൽ അത് പറ്റിച്ചു, അത് എന്ത് വാട്ട് എവർ, നമ്മളൊരു സ്റ്റേജിൽ നിന്ന് നമ്മൾ അത്രയും ഒരു വർഷം ആ സ്റ്റേജ് തൊഴുത് നമ്മളവിടെ ഡാൻസ് കളിച്ചു, നമ്മൾ പാട്ട് പാടി. ആ അമ്മയുടെ അരങ്ങേറ്റം ആ സ്റ്റേജിലാണ് നടന്നത്. നമ്മൾ അത് ചെയ്തു. അവർ ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റേജ് ചെയ്തു. അവരുടെ ലൈഫിലെ കുറെ നല്ല മുഹൂർത്തങ്ങളും, അവരുടെ എന്തോ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്തു. അവരുടെ അമ്മയായിട്ടുള്ള സ്നേഹബന്ധം, ഭർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം, മകളുമായിട്ടുള്ളത്, അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്റ്റേജ് തന്നെയായിരുന്നു. അവരിന്ന് ഒരു 5 മിനിറ്റ് മുമ്പ് അവർ പറഞ്ഞതാണ്, ഈ സ്റ്റേജാണ് എൻ്റെ ജീവിതത്തിലെ ഈ നിൽക്കുന്ന 5 പേരും എനിക്ക് എൻ്റെ ഫാമിലി പോലെയാണ്, ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും എൻ്റെ ഫാമിലി പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആള് ഒരു 5ാമത്തെ സ്ഥാനമാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോകുന്നത്. അത് ഞാൻ ഇപ്പോഴും അത് എനിക്ക് ഒരു മടിയില്ല അത് പറയാൻ. ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അവർ എന്നിട്ട് നമ്മുടെ ഇന്റർവ്യൂവിൽ വന്നപ്പം അവര് ശ്വേതാജിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. അവരുടെ ശ്വേതാജിയുടെ അടുത്തല്ലല്ലോ മാപ്പ് ചോദിക്കേണ്ടത്. ശ്വേതാജിയുടെ അടുത്തും അല്ലെങ്കിൽ ലാൽജോ സാറിന്റെ അടുത്തും അല്ലെങ്കിൽ ചാനലിന്റെ അടുത്തും അല്ല മാപ്പ് ചോദിക്കേണ്ടത്. ദൈവമായിട്ട് നമുക്ക് തന്ന ഒരു കഴിവിനെ നമ്മളൊരു സ്ഥലത്ത് പ്രസന്റ് ചെയ്തു. അവിടെ നമ്മളൊന്ന് തോറ്റു പോകുമ്പോൾ നമ്മൾ ആ സമ്മാനത്തിനെയും ആ കഴിവിനെയും നമുക്ക് അപ്പൊ അവരെന്നെ പറയണ്ടല്ലോ ഞാൻ ഒന്നും അല്ലാതായി. അതെങ്ങനെ ഒന്നും അല്ലാതാവും? നമുക്കൊരു പ്രാവശ്യം ഫസ്റ്റ് കിട്ടില്ല എന്ന് പറയും, നമ്മുടെ ഉള്ളിലെ കഴിവൊന്നും ആരും എടുത്തുകൊണ്ട് പോകില്ല. അത് പോളിഷ് ചെയ്യാനും അത് ഇനിയും വളർത്താനും ഒക്കെ ഉള്ള ഭാഗ്യമുണ്ട്. അവർ ഈ ഏജിലാണ് അവർ ഇതൊക്കെ ചെയ്തത്. അപ്പൊ അവർക്ക് അത്രയും ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉള്ളതുകൊണ്ടല്ല അവർ അത്രയും ചെയ്തത്. അവർക്ക് അത്ര ആഗ്രഹമായിരുന്നു. മോളെക്കാളും ആഗ്രഹം അമ്മയ്ക്കായിരുന്നു. അപ്പം ഒരു കലാകാരനും കലാകാരിയും അങ്ങനെ ഒരു നമ്മളെ വളർത്തിയ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ കാല് വെച്ച സ്റ്റേജിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പോകുന്നത്, അതുപോലെ കൂടെ നിൽക്കുന്ന ആള്. ഇപ്പം നമുക്ക് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ചേച്ചിക്ക് ഒരു സമ്മാനം കിട്ടുന്നത് അവിടെ നിന്ന് കണ്ട് അഭിനന്ദിക്കാന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ലക്ഷണമാണ്. അല്ലാണ്ട് മുഖം തിരിച്ച് ആർക്കാണ് സമ്മാനം കിട്ടിയത്, കാരണം അവർ പറയുന്നുണ്ട് എന്റെ അത്രയും അടുത്ത സുഹൃത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയോ ഇല്ലയോ, ആർക്കാണ് 1ാം സമ്മാനം, എന്താണ്, ഇതൊന്നും അറിയാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്കത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ, അതായത് അപ്പൊ നമ്മളെയൊക്കെ സ്നേഹിച്ചത് വെറുതെ ആണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത്രയും മോളാണ് എൻ്റെ ഇതാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടി, അവര് ഭയങ്കര സ്നേഹമായിരുന്നു. അവര് ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പല പ്രാവശ്യം സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, ഷീന ചേച്ചിയുടെ പോലത്തെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുന്നതാണ് ഒരു നല്ല അമ്മയുടെ ക്വാളിറ്റി എന്ന് ശ്വേതാജി 140 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഏറെ വിമർശനങ്ങളും വിവാദങ്ങളുമായ ഒരു ഷോയാണ് അമ്മയും മകളും റിയാലിറ്റി ഷോ. ഇതിന്റെ ഫൈനലിൽ നിരവധി വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആങ്കറായിരുന്ന സ്വാസിക പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഫൈനലിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തതിനെ തുടർന്ന് ശൈത്യ സന്തോഷും അമ്മ ഷീന സന്തോഷും ഇറങ്ങിപ്പോയ ഒരു സംഭവമുണ്ടായി. ഫൈനലിൽ 5ാം സ്ഥാനമാണ് ഇവർക്ക് കിട്ടിയത്. സമ്മാനം നിരസിച്ചുകൊണ്ടാണ് ഇവർ വേദി വിട്ടത്. തങ്ങളെ കോമാളിയാക്കിയെന്നും പിന്നീട് ഇവർ ആരോപിച്ചു. നമ്മളും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തതാണ്, അങ്ങോട്ട് കുറെ പൈസയൊക്കെ പോകും. സബ് ജില്ലയിലും റവന്യൂവിലും നന്നായി കളിച്ചാലും സ്റ്റേറ്റ്സിൽ കളിക്കുമ്പോൾ കിട്ടില്ല എന്ന് വെച്ചിട്ട് കിട്ടുന്ന സെക്കൻഡ് പ്രൈസ് വേണ്ടെന്ന് വെച്ച് ഫസ്റ്റ് കിട്ടിയവരെ കുറ്റം പറയുന്നതുമല്ല ശരി. ഇവർക്ക് എന്താണ് മനസ്സിലാകാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതൊരു റിയാലിറ്റി ഷോയിലും ഫിനായിലയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കിയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്.
ഫിനാലെ റൗണ്ടിൽ അവർക്ക് ലഭിച്ച മാർക്ക് കുറവാണ്. ഞാനടക്കമുള്ളവർ അവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കണ്ട് പഠിക്കണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ടാസ്ക് കൊടുത്താലും ചെയ്യും. ഇവർ ജയിക്കുമെന്ന് എനിക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. ഫൈനലിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തതിന് കാരണമുണ്ടെന്നും സ്വാസിക പറഞ്ഞു. 1 വർഷം ആ സ്റ്റേജ് തൊട്ട് തൊഴുത് ഡാൻസ് ചെയ്തു. ആ അമ്മയുടെ അരങ്ങേറ്റം ആ സ്റ്റേജിലാണ് നടന്നത്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ സ്റ്റേജിലുണ്ടായി. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച സ്റ്റേജാണെന്ന് 5 മിനിറ്റ് മുൻപ് പറഞ്ഞതാണ്. 5ാമത്തെ സ്ഥാനം കിട്ടിയപ്പോൾ ഇതേ ആൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ശ്വേത മേനോനോടും മറ്റ് ജഡ്ജസിനോടും പിന്നീട് അഭിമുഖത്തിൽ അവർ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്വേതാജിയോടോ ലാൽജോ സാറിനോടോ അല്ല മാപ്പ് ചോദിക്കേണ്ടത് എന്നാണ് സ്വാസിക പറഞ്ഞത്. ദൈവമായി നമുക്ക് തന്ന കഴിവാണ്. ഒരു സ്ഥലത്ത് ഫസ്റ്റ് കിട്ടിയില്ലെന്ന് കരുതി നമ്മുടെ കഴിവൊന്നും ആരും എടുത്തുകൊണ്ട് പോകില്ല. ഈ പ്രായത്തിലാണ് അവരിതൊക്കെ ചെയ്തത്. അത്രയും ഭാഗ്യമുള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇക്കാര്യം പറഞ്ഞു. സ്നേഹിച്ചത് വെറുതെയാണോ എന്ന സംശയം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷീന ചേച്ചിയെ പോലെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുക എന്നതാണ് നല്ല അമ്മയുടെ ക്വാളിറ്റി എന്ന് 100 വട്ടം ശ്വേത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോഴും വയ്യാതിരിക്കുമ്പോഴും അവർ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് സമ്മാനം കിട്ടുന്നത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത്രയും നാൾ അവർ ചെയ്തത് ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാണ് ആ ഗ്രൂപ്പിൽ നിന്നും ഞാൻ ലെഫ്റ്റായി. അവർ നല്ല പെർഫോമേഴ്സ് ആണ്. പക്ഷേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും ഒരു കലാകാരനും കലാകാരിക്കും ചേർന്നതല്ല. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിവുണ്ടാകുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും സ്വാസിക വ്യക്തമാക്കി.